തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ പ്രതികരണവുമായി CPIM നേതാവ് MK കണ്ണൻ. ആരോപണങ്ങളെ ഗൗരവമായി കാണുന്നില്ല. കഴിഞ്ഞ 50 കൊല്ലത്തെ തന്റെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകൾ ED പരിശോധിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നും MK കണ്ണൻ പ്രതികരിച്ചു. ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്? ഒരു 100 രൂപയിൽ കൂടുതലുള്ള അക്കൗണ്ട് എനിക്ക് ഒരു ബാങ്കിലില്ല. ശരത് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇത് മാനിപ്പുലേറ്റ് ചെയ്താണെന്നാണ് ശരത് പറയുന്നത്. കണ്ണനെ വിളിച്ചോ? പിന്നെ ഞാൻ എന്റെ സുഹൃത്ത് എന്റെ നേതാവല്ലേ ഇപ്പോ, എന്റെ നേതാവാണ്. അപ്പോൾ ശരത് പറയുന്നത് ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല. 5 കൊല്ലം മുമ്പ് ഞങ്ങൾ രാത്രി സംഭാഷണം നടത്താറുണ്ട്. പിന്നെ ഇത് പറയുന്നത് ആരപ്പോ? നിങ്ങളൊന്ന് ആലോചിക്കണം. പണ്ട് സർദാർ ചന്ദ്രോത്തനെ കൊണ്ടു നടന്നിരുന്നു വിമോചന സമരകാലത്ത്, പഴയ പാർട്ടിക്കാരനെ. മനസ്സിലായിട്ടില്ല? ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയില്ല, പഴയ കഥകൾ ആലോചിക്കണം. അപ്പൊ ഇതിലുള്ള പ്രശ്നം എന്താ? ഈ ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആളും ഇവൻ അത് വോയിസ് മാറ്റി കൊടുത്തവനും രണ്ടുപേരും പാർട്ടിയിൽ നിന്ന് ഇപ്പൊ പോയി, പുറത്തു പോയി. പോയില്ല. ഒരാൾ പഞ്ചായത്ത് മെമ്പർ, ലോക്കൽ സെക്രട്ടറി, അവൻ പാർട്ടിയെ രാജിവെച്ചു എന്നാ പറഞ്ഞത്. അവനില്ല. ഇവന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിലമ്പൂരിൽ നടക്കുമ്പോൾ അൻവറിന്റെ കൂടെയായിരുന്നു, ഇപ്പോൾ അവൻ രാജിവെച്ചു എന്നാ പറഞ്ഞത്. അവനാണ് ഒരാൾ. രണ്ടാമത്തെ ആളും പാർട്ടിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിൽ കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റിനെ ഒഴിവാക്കിയാണ്. അവൻ ഇവന് ഫോൺ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഞാനിതൊന്നും സീരിയസ് ആയിട്ട് കാണുന്നില്ല. എന്റെ സാമ്പത്തിക വളർച്ച നിങ്ങൾ അന്വേഷിക്കോ? ED അന്വേഷിച്ചിട്ട് ഒരു നയാ പൈസന്റെ പേരിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. 6 പ്രാവശ്യം ED മണിക്കൂറുകൾ എന്നെ ചോദ്യം ചെയ്തല്ലോ. എൻ്റെ ഒരു 25 കൊല്ലം 50 കൊല്ലം മുമ്പുള്ള എൻ്റെ എല്ലാം എടുത്തു. എൻ്റെ എല്ലാ ബന്ധുക്കളെയും സാധാരണ കുടുംബക്കാരെ എടുക്കാറല്ലോ, കാരണം മുഴുവൻ എടുത്തുകൊണ്ടുപോയി. ഒരു നയാ പൈസയുടെ വിഷയം എൻ്റെ പേരിൽ ഒരു ചാർജ് ഷീറ്റ് EDക്ക് കഴിയില്ല. EDക്ക് കഴിയാത്ത അപ്പം നിങ്ങൾക്ക് രാത്രി എന്തെല്ലാം സ്വപ്നങ്ങൾ ആളുകൾ കാണുന്നുണ്ട്. എനിക്കെതിരെ നിങ്ങളൊക്കെ പറഞ്ഞു കൂട്ടി ഇതിന് കയ്യും കണക്കുണ്ടോ? എൻ്റെ വീടിൻ്റെ പടം എടുത്തിട്ട് 25 കൊല്ലം മുമ്പ് ഒരു ഓടിട്ട വീടിൻ്റെ പടം എടുത്ത് കൊടുത്തിട്ട് ഇത് സൗദ എന്ന് പറഞ്ഞ് പത്രത്തിലൊന്നും ഞാൻ കണ്ടു. എന്നിട്ടൊന്നും ഞാൻ പേടിച്ചു പോയിട്ടില്ല. അതിനുശേഷം ഞാൻ രാജ്യത്ത് ജീവിച്ചു. ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല.